ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതൊരു 2012 വണ്ടിയാണ്, 12 സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. റീസ്റ്റോർ ചെയ്തിട്ട് കുറച്ചായി, നമുക്കന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നോക്കുക, പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്കിതൊരു CI എഞ്ചിൻ്റെ വണ്ടിയുടെ ഒരു ലുക്കാണ് ഫീൽ ചെയ്യുക. ഫ്രണ്ടിൽ നിന്നാണെങ്കിലും കൂടെ ഒരു CI വണ്ടി എങ്ങനെയാണോ ആ ഒരു ഇതിലേക്കടുത്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ടാങ്കിലൊക്കെ മോണോഗ്രാം വെച്ചിട്ടുണ്ട്, പഴയ CI എഞ്ചിൻ്റെ മോണോഗ്രാം വെച്ചിട്ടുണ്ട്. എഞ്ചിൻ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇത് UC എഞ്ചിനാണെന്ന് മനസ്സിലാവുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. CI എഞ്ചിൻ എങ്ങനെയാണോ ഉള്ളത് അതേമാതിരി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സ്വിച്ചസൊക്കെ പുതിയ മോഡലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ബാറൊക്കെ സ്റ്റാൻഡേർഡിലേക്ക് $64,965 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഡ്രം ബ്രേക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ, ഡിസ്ക് ബ്രേക്ക് ആക്കിയിട്ടില്ല. ഡ്രം ബ്രേക്കാണ് നല്ല വൃത്താണ് ചെയ്ത്. മഡ് ഗാർഡിലൊരു പഴമുള്ള വിൻറ്റേജ് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. പെട്ടെന്ന് വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് പഴയ ഒരു ആംബിയർ മീറ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫീല് വരും. കാരണം കറക്റ്റ് കാണുന്ന ആളുകൾ പഴയ വണ്ടീൻ്റെ അതേ ഇതിലാണ് വണ്ടി ഉള്ളത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് വണ്ടികളെ ഏറ്റവും വലിയ മൈനസായിട്ടുള്ള പ്രശ്നമാണ് സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളത്. ടച്ച് സ്റ്റാർട്ടാണ് കേട്ടോ വണ്ടി. കാരണം 64,000 കിലോമീറ്റർ വണ്ടി ഓടി മീറ്ററിൽ കാണുന്നുള്ളൂ എങ്കിലും ഇതൊക്കെ ഇതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലേക്ക് ഓടിയിട്ടുണ്ടാവും. ഇപ്പോൾ കറക്റ്റ് CI എഞ്ചിൻ്റെ ആ ഒരു ലുക്കിലേക്ക് മാറ്റാൻ നല്ലത് ഏറ്റവും നല്ല ചെറിയ ടാങ്കാണ് കേട്ടോ. വലിയ 2014 വന്നേക്കുന്ന ആ ഒരു വലിയ ടാങ്കല്ല, ആ ചെറിയ ടാങ്കിലെ വണ്ടികൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു കാറ്റഗറി ബാച്ചിൽ വരുന്ന ആ ഒരു വണ്ടി 2014 ടാങ്ക് വലുതാക്കിയത്. അതിനു മുമ്പുള്ള ടാങ്കുള്ള സ്റ്റാൻഡേർഡ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു വണ്ടി CI എഞ്ചിൻ്റെ ആ ഒരു കറക്റ്റ് ആ ലുക്കിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വലിയ വണ്ടി നമുക്ക് മോണോഗ്രാം വെച്ച് ചെയ്യാവുന്നതാണ്, പക്ഷേ അത് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാ വണ്ടികളും ഇപ്പോൾ സ്റ്റാൻഡേർഡൊക്കെ മോണോഗ്രാമിലേക്കാണ് ആളുകൾ താല്പര്യപ്പെടുന്നത് കൂടുതലും. ഇതൊരു ഹാൻഡിൽ ബാർ കറക്റ്റാണ് പഴയ മോഡൽ ഹാൻഡിൽ ബാറിനായതുകൊണ്ട് ശരിക്ക് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു മസിൽ പിടിച്ച് ബുള്ളറ്റ് ഓടിക്കുന്ന കറക്റ്റ് ആ ഫീല് കിട്ടും. കാണുന്നവർക്കും ആ ഒരു ബുള്ളറ്റാണ് എന്നുള്ള ഒരു ഫീല് കിട്ടും. പക്ഷേ ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ട് ലോങ് റൈഡിന് പറ്റില്ല എന്ന് പറയാം. നമുക്കൊരു ഷോർട്ട് റൈഡിനൊക്കെ പറ്റുള്ളൂ. അതിൻ്റെ ഈ ഹാൻഡിൽ ഞാൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം നമുക്കൊരു ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും നമുക്ക് രണ്ടിനും കൂടി യൂസ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഹാൻഡിൽ ബാർ മാറ്റി വെച്ച് പോകാൻ നടക്കില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇപ്പം പുതിയ മോഡൽ വരുന്ന സ്റ്റാൻഡേർഡ് ഹാൻഡിൽ ബാർ തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഇപ്പോൾ എല്ലാ ആളുകളും ബുള്ളറ്റ് എന്ന് പറഞ്ഞ വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളുകളോ വല്ലപ്പോയി ഒന്ന് എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഈ ഹാൻഡിൽ ബാർ ഓക്കെയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീസ്റ്റോർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ BS3 വണ്ടികൾ ഫസ്റ്റ് ജനറേഷൻ 2014 മുന്നുള്ള വണ്ടികൾ നല്ല വണ്ടികൾ നോക്കിയെടുത്ത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതായത് വലിയ ചിലവൊന്നുമില്ലാതെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടെടുക്കാനും പറ്റും എന്നുള്ളതാണ്. അങ്ങനെ മെയിൻ്റെനൻസ് ഇല്ല എന്നുള്ളതല്ല, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് വളരെ കുറവാണ് BS3 വണ്ടികൾക്ക്. തുടക്കത്തിൽ വലിയ മെയിൻ്റെനൻസ് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നെ അതിന് മുകളിലുള്ള ഇതൊന്നും അല്ലാതെ ഇതിൻ്റെ മെയിൻ്റെനൻസ്, അതാണ് വാസ്തവം.
സ്ഥിരമായിട്ട് ബുള്ളറ്റിനെ നമ്മുടെ ഒരു വീട്ടിലൊരു അങ്ങനത്തെ പോലെ കണ്ട് പരിപാലിച്ച് പോരുകയാണ് വലിയ ഒരു വിഷയമില്ലാത്ത സാധനമാണ്. നമ്മളിതിനെ റെഫ്യൂസായിട്ട് പല മൾട്ടി യൂസൊക്കെ ചെയ്യുന്ന ആളുകൾ ബുള്ളറ്റ് കൊണ്ടുനടക്കുമ്പോൾ ആ ലെജൻഡ് റൈഡിങ് ഇതിലല്ല വണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് മെയിൻ്റെനൻസ് അധികമായിട്ട് തോന്നും. കാരണം അടിക്കടി പണി തരുന്ന വണ്ടിയാണ്. അപ്പം നല്ലവണ്ണം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഒരു കംപ്ലയിൻറ്റും ഇല്ലാന്ന് തന്നെ എനിക്ക് തീർത്ത് പറയാം. ഇങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യുക, ബ്രേക്ക് ഷൂ മാറ്റുക, കേബിൾസ് മാറ്റുക അല്ലാതെ ബാക്കിയുള്ള കംപ്ലയിൻസും ചെയിൻ സോക്കറ്റ്. അപ്പോൾ ഇതൊക്കെ ചെയിൻ സോക്കറ്റൊക്കെ ഞാൻ പറഞ്ഞു 25, 30, 35, 40,000 കിലോമീറ്ററിൽ മാറ്റുന്ന ആളുകളുണ്ട്. ഇതൊക്കെ വെറും നമ്മുടെ ഉപയോഗം കൊണ്ട് മാത്രം വരുന്ന ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. അതായത് ഉപയോഗത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രം വരുന്ന ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. അതൊന്നും റോയൽ എൻഫീൽഡിൻ്റെ തലയ്ക്ക് വെക്കാൻ പറ്റില്ല, തലയിൽ വെച്ച് കെട്ടാൻ പറ്റില്ല. ഇപ്പം ബുള്ളറ്റ് ഓടിക്കുമ്പോൾ ബുള്ളറ്റാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് അറിഞ്ഞിട്ട് അത് ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു പോരായ്മകളും മികവുകളെല്ലാം തന്നെ മനസ്സിലാക്കി ഉപയോഗിക്കുമ്പോൾ ഇത് ഒരു നല്ല ചോയ്സാണ് റോയൽ എൻഫീൽഡ്. കാരണം ഇതിൽ ഓടുന്ന പറഞ്ഞല്ലോ ഈ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീല്, ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഫീല് എന്ന് പറഞ്ഞാൽ ഒരു റോയൽ ബൈക്ക് ഉപയോഗിക്കുന്ന ഒരു ഫീല് കിട്ടുന്ന റോയൽ എൻഫീൽഡിൻ്റെ മേലിൽ തന്നെ കയറണം കേട്ടോ. വേറെ വണ്ടിക്കൊന്നും അത് ഇതുവരെ അവകാശപ്പെടാനും അത് ആ ഒരു സ്ഥാനം പിടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പല ബ്രാൻഡുകൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും കൂടി അതൊക്കെ ഒരു കാലത്ത് ഇവിടുന്ന് മുട്ടുമടക്കി പെട്ടിമടക്കി പോയ കമ്പനികളാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി 2013 ഈ വണ്ടി ഓടിക്കുമ്പം കറക്റ്റ് ഞാൻ പറയാം ഒരു CI എൻജിൻ ഓടിക്കുന്നതിൻ്റെ അപ്പുറം സുഖമുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം ഉള്ളത് പറയുമ്പോൾ ആരും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. CI എൻജിൻ ഓടിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ കംഫർട്ടാണ്. അതേമാതിരി അതേ പഞ്ച് വണ്ടി കിട്ടുന്നുണ്ട്, അതേ എക്സോസ്റ്റ് നോട്ട് ആ വണ്ടി കിട്ടുന്നത്. കാരണം 10 kg ക്രാങ്ക് വെയിറ്റിൽ വണ്ടിയാണല്ലോ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിന് ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യാനുള്ള വണ്ടിയാണ്. ഫിറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അടുത്ത വീഡിയോ ഇറങ്ങുമ്പോൾ ആ വണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഡിസ്ക് ബ്രേക്ക് എന്തുകൊണ്ട് ഇപ്പോൾ എന്തൊരു കാലത്തിന് യോജിച്ചൊരു വണ്ടി. എന്നാൽ ഡിസ്ക് ബ്രേക്ക് ഇല്ലെങ്കിലും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രണ്ടിൽ ഡ്രം ബ്രേക്ക് നല്ല ബ്രേക്ക് തന്നെയാണ്. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു മെയിൻ്റനൻസ് ആവശ്യമുള്ള ഒരു 2 ഡബിൾ ക്യാം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. മണ്ണോ പൊടിയൊക്കെ കയറുമ്പോൾ ഒരു ജാമായി പോകുന്ന ഒരു വിഷയമുണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കണം. ജാമായിട്ട് നമ്മൾ അറിയാതെ ഓടും. മൈലേജ് ഡ്രോപ്പാണ് ഫസ്റ്റ് തന്നെ ഉണ്ടാവുക. വണ്ടിക്ക് പിക്കപ്പും വലിയും കുറവായിട്ട് തോന്നും. കാരണം അത് ആ ബ്രേക്ക് എപ്പോഴും ജാം എന്നൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ഡിസ്ക് ബ്രേക്കിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷയം പൂർണ്ണമായിട്ട് പരിഹരിക്കാവുന്നതാണ്. 10,150 രൂപയാണ് ഇപ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ കിറ്റിന് ഫുള്ള് വരുന്നത് കേട്ടോ. ബാക്കി പിന്നെ റീഇൻസ്റ്റാളേഷനും ആ ബോക്സ് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്ന പൈസ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ഈ വണ്ടിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നാലും എത്രത്തോളം കേൾക്കണ്ടല്ലോ. ശരിക്കും കണ്ടില്ലേ, ഒരു CI എൻജിൻ്റെ ഒരു ചെറിയൊരു കയറ്റാണ്. അവർ പൊട്ടിച്ച് പോകുന്ന ഒരു ഫീല് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ടെന്നാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് സെൽഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് സെൽഫ് സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ് കേട്ടോ. ഫസ്റ്റ് ഇറങ്ങിയ ബാച്ചിനൊക്കെ വലിയൊരു കോംപ്ലിക്കേഷനിൽ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു ഡബിൾ ഗിയറിൻ്റെ പിന്നൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എൻജിൻ ഓപ്പൺ ചെയ്യാത്ത നമുക്കിത് ഇതിന് സെൽഫ് സ്റ്റാർട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ BS3 ഒക്കെ നല്ല വിലക്ക് ചെറിയ രീതിയിൽ വിലകൾക്കൊക്കെ വണ്ടി കിട്ടുന്ന നല്ല വണ്ടി കിട്ടാനുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് എടുത്തിട്ട് റീസ്റ്റോർ ചെയ്യുക, ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യുക, സെൽഫ് സ്റ്റാർട്ടും ഫിറ്റ് ചെയ്യുക. ഒന്നും നോക്കാനില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു 10 വർഷം 15 വർഷം സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. കാരണം അത്രയും ക്വാളിറ്റി ആ ഒരു വണ്ടിക്ക് ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നമ്മൾ അശ്രദ്ധ കൊണ്ട് വരുന്ന ഒരുപാട് കംപ്ലയിൻസ് ഒന്നും അതൊന്നും പറയാൻ പറ്റില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി 2013 ഇതുവരെ എൻജിൻ ഓപ്പൺ ചെയ്യാത്ത വണ്ടിയാണ്. ഇപ്പം കാര്യമായിട്ട് കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അത് നമുക്ക് ആദ്യം അറിയുന്ന വണ്ടിയാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞാൽ ഏത് സ്റ്റാൻഡേർഡ് വണ്ടി, ഏത് UC വണ്ടി, റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ വണ്ടി കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ച് വണ്ടിൻ്റെ എൻജിൻ സെറ്റ് ആവുകയാണ് ചെയ്യുക. ഞാൻ J സീരീസിൻ്റെ അല്ല പറഞ്ഞ UC എൻജിൻ്റെ ആണ് പറഞ്ഞത്, ട്രഡീഷണൽ എൻജിൻ്റെ. അത് എൻജിൻ സെറ്റായിട്ട് അതിൻ്റെ കറക്റ്റ് ക്രാങ്കിൻ്റെ ഫ്ലോ ശരിക്കും ഫ്രീ ഫ്ലോ തുടങ്ങുന്ന സമയത്താണ് വണ്ടിൻ്റെ ഒഴുക്ക് നമുക്ക് കിട്ടുക.